സങ്കീർത്തനം 16:8. കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല. കർത്താവ് എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ ജീവിതം വളരെ ക്ലേശകരമാണ്. ഇന്ന് നോക്ക്, എത്ര ആത്മഹത്യകളാണ് ചുറ്റിനും, എത്ര പേരാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്, എത്ര പേരാണ് മരണം ചൂസ് ചെയ്യുന്നത്. ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് ഏതാപത്തിലും എന്റെ കർത്താവിന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ജീവിതം അവസാനിപ്പിക്കാം. നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. വിശുദ്ധര് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് അമ്മ തെരേസ്യ മാനസിക പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ഈശോയുടെ ഒരു രൂപം മനസ്സിൽ തെളിയണം. ഏതെങ്കിലും ഒരു രൂപം, നിങ്ങൾക്കിഷ്ടമുള്ളൊരു രൂപം മനസ്സിൽ തെളിയണം. നമ്മൾ ഒരാളെ ജീവനോടെ കാണണം. ഞാൻ കാര്യം പറയട്ടെ, മനക്കണ്ണിലും അകക്കണ്ണിലും കുറെ നാള് കണ്ടാൽ കണ്ണിന് വെളിയിൽ കാണാൻ പറ്റും. കേട്ടോ ഞാൻ പറഞ്ഞു, ഈ അകക്കണ്ണിലും മനക്കണ്ണിലും ആദ്യം കാണണം. കെട്ടുകഥയല്ലല്ലോ, എന്തായാലും ആള് ജീവനോടുണ്ടെന്ന് നമുക്കറിയാലോ. അപ്പൊ കാണണം, കർത്താവ് അടുത്ത് വന്ന് നിൽക്കുന്നു, കർത്താവ് ഇങ്ങനെ തോളേല് പിടിച്ചിട്ടുണ്ട്, കർത്താവ് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്, കർത്താവിന് എന്നോട് നല്ല സ്നേഹമുണ്ട്. അത് ഉള്ളിൽ കാണണം, അത് വിശ്വാസത്തിൽ കാണണം. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും സംഭവിച്ചു എന്ന് വിശ്വസിച്ചോണം. കാരണം അത് അന്തരീക്ഷത്തിൽ നമ്മൾ നടത്തിയ ഒരു മുഷ്ടിപ്രയോഗമല്ല, അതൊരു സത്യത്തെ അടിസ്ഥാനമാക്കി ആധാരമാക്കി നമ്മൾ പ്രാർത്ഥിച്ചതാണ്. മനക്കണ്ണിലും അകക്കണ്ണിലും കണ്ട് ശീലിക്കണം ആദ്യം. പിന്നെ അങ്ങനെ കണ്ടവനെ വെളി കാണാൻ പറ്റും. അങ്ങനെ കണ്ടവൻ വെളിയിൽ പ്രത്യക്ഷപ്പെടും, കൺമുമ്പിൽ അവൻ വരും, അവനെ കാണാൻ പറ്റും. അതായത് നമുക്ക് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടാവും, നമ്മുടെ കൂടെ ആരോ ഒരാള് എപ്പോഴും ഉണ്ട്. പിന്നെന്തെന്നറിയാം, പിന്നെ ദാവീദ് പാടുന്നത് പോലെ, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയമറിയുകയില്ല. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയം അറിയത്തില്ല. കാരണം എന്താ പറയാ, നമുക്കറിയാം നമ്മുടെ കൂടെ ആരോ ഒരാള് എപ്പോഴും ഉണ്ട്. കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല.